നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒട്ടും സമയം കളയാതെ ഏതാണ്ട് 1 മണിക്കൂർ ഇപ്പോഴുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ടത്തെ ക്ലാസ് കൊണ്ട് എടുക്കുമ്പോൾ ഈ വിഷയം ഏതാണ്ട് എടുത്തു തീർക്കാമെന്ന് ആഗ്രഹിക്കുക. വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വിഷയം തുടർന്ന് പഠിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും കുറേയേറെ പേര് പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എബ്രായലേഖനം 4-ാം അധ്യായം. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും നടുന്നതുമായി കിടക്കും. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ടു ഹൂം വി ഷുഡ് ഗിവ് അക്കൗണ്ട്. നമ്മൾ കണക്ക് കൊടുക്കേണ്ട ആള് അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അറിയുന്നു. ഒന്നും മറിച്ചു വെക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ കണക്കുകളെ കൊടുക്കും. നമുക്ക് ആ ഭാഗത്തിലേക്ക് പഠിക്കാം. ഇന്ന് ഈ ക്ലാസ്സൂടെ കഴിഞ്ഞ് അത് ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ കണ്ടു, ഒരു വിശ്വാസിയുടെ ന്യായവിധിയെ 3ആയി തിരിച്ച് പഠിക്കണം. ഉപദേശപരമായി തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ 3ആയി തിരിക്കണം. 1, പാപി എന്ന നിലയിൽ നമ്മുടെ ന്യായവിധി കഴിഞ്ഞുപോയി. പാസ്റ്റ് ജഡ്ജ്മെന്റ് ആസ് എ സിന്നർ. ഇന്ന് നമ്മൾ പാപികളല്ല, പാപികൾ എന്ന നിലയിൽ നമ്മുടെ ന്യായവിധി കഴിഞ്ഞുപോയി. ഇപ്പോ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇനി നമ്മളെ ശിക്ഷിക്കുന്ന ശിക്ഷയില്ല. 2, നാം ഇന്ന് ദൈവമക്കളാണ്. ഒരു പുത്രൻ എന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യായവിധി. പ്രസന്റ് ജഡ്ജ്മെന്റ് ആസ് എ സൺ. ഒരു പുത്രൻ എന്ന നിലയിൽ ഒരു ന്യായവിധിയിൽ കൂടെ നമ്മൾ കടന്നുപോകും. അതിന്റെ പേരാണ് ബാലശിക്ഷ. നമ്മളതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കതിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ ഒന്ന് പെട്ടെന്ന് തീർത്തിട്ട് 3-ാമത്തെ ഭാഗത്തിലേക്ക് വരും. നോക്കുക, ഒരു ദൈവ പൈതലിനോട് മാത്രമേ ദൈവം ഇന്ന് ഇടപെടുകയും ഒരു പാപിയെ ദൈവം ഇന്ന് ശിക്ഷിക്കുന്നില്ല. അവനെ ശിക്ഷിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദൈവ മകന് ഭാവിയിൽ ശിക്ഷയില്ലാത്തത് കൊണ്ട് ഈ ലോകത്തിൽ ഒരപ്പൻ മക്കളെ കരുതുന്നത് പോലെ അവരെ ശിക്ഷിച്ചും ശാസിച്ചും ഒക്കെ അവരെ നടത്തിക്കൊണ്ട് പോകും. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്താണ് ബാലശിക്ഷ എന്നുള്ളത് ഞാൻ എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഓർക്കണം, നമുക്ക് ഭാവിയിൽ ശിക്ഷയില്ലാത്തത് കൊണ്ട് ഒരു ബാലശിക്ഷയിലൂടെ മാത്രമല്ല, എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ വായിച്ചു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല. മക്കളാണെങ്കിൽ ബാലശിക്ഷ കിട്ടും. അപ്പൻ ശിക്ഷിക്കാതെ മകൻ എവിടെയുള്ളൂ. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവൻ ബാലശിക്ഷയിലൂടെ നമ്മളെ കടത്തും. നമുക്ക് ആ വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത് ഞാൻ എടുക്കുന്നില്ല. ഇസ്രയേലിനോട് ദൈവം വളരെ ശക്തമായി ഇടപെട്ടതിന്റെ കാരണം പുറപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ പുത്രൻ ദൈവത്തിന്റെ മകനാകിയാൽ ലോകത്തിൽ മറ്റൊരു രാജ്യത്തോടും ഇടപെടാത്ത പോലെ അവരോട് ദൈവം ഇടപെട്ടു. അവരുടെ അടുത്തുള്ള രാജ്യമാണ് മോവാബ്യരും അമ്മോന്യരും ഒക്കെ. അവരോട് ദൈവം ഇടപെടത്തില്ല. നമ്മൾ കണ്ടു, യെരമ്യാ പ്രവചനത്തിൽ നിന്ന് മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി നിൽക്കുന്നു. ദൈവം അവനെ പ്രവാസത്തിൽ അയച്ചിട്ടില്ല, അവനോട് ഇടപെട്ടിട്ടില്ല. ഇസ്രയേൽ ബിംബാരാധികളായിരുന്നു. ആ ബിംബാരാധന മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ അവരെ ഇസ്രയേൽ എന്ന് പറയുന്ന ആ പാത്രത്തിൽ നിന്ന് ബാബിലോൺ എന്ന് പറയുന്ന പാത്രത്തിലേക്ക് പകർന്ന് മട്ട് ഊറ്റിക്കളഞ്ഞു. പിന്നീട് ഒരിക്കലും അവർ ബിംബത്തെ നമസ്കരിച്ചിട്ടില്ല. എന്നാൽ മോവാബിനെ അവർ മട്ടിൻമീതെ തെളിഞ്ഞു നിൽക്കുകയാണ്. പാത്രത്തിൽ നിന്ന് പാത്രത്തിലോട്ട് പകർന്നിട്ടില്ല. ലോകജാതിയോട് ദൈവം ഇടപെടുന്നില്ല. ദൈവത്തിന്റെ മക്കളോട് മാത്രമേ ദൈവം ഇടപെടുകയുള്ളൂ. നമ്മൾ പല പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നതിന്റെ കാരണം ദൈവം നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നതാണ്. ബാലശിക്ഷ ഇംഗ്ലീഷിൽ വായിച്ചാൽ ചാസ്റ്റൈസ്മെന്റ് എന്നാണ്. ചാസ്റ്റൈസ്മെന്റ്, ചേസ്റ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് ചാസ്റ്റൈസ്മെന്റ് എന്ന വാക്ക് വന്നത്. ചേസ്റ്റ് വെർജിൻ, നിർമ്മല കന്യക. ശരീരത്തിലും ആത്മാവിലും ഉള്ള നൈർമല്യം നമ്മളെ ആ വിശുദ്ധി പ്രാപിക്കാൻ, നമ്മൾ അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ നമ്മളെ ബാലശിക്ഷയിലൂടെ കടത്തുകയാണ്. ഒരു പിതാവ് മക്കളെ എങ്ങനെയാണ് ബാലശിക്ഷകൾ കൊടുത്ത് അവരെ വളർത്തുന്നത്, അതുപോലെ സ്വർഗീയ പിതാവ് നമ്മളോട് ഇടപെടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ബാലശിക്ഷ എപ്പോഴാണ് ദൈവം തരുന്നത്? ദൈവം ഒരു വടി കൊണ്ടിരിക്കുകയാണോ? എന്തെങ്കിലും തെറ്റ് നമ്മളിൽ വന്നാൽ ഉടനെ അടിക്കാനിരിക്കുകയാണോ? അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ബൈബിളിലൂടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. യെരമ്യാ പ്രവചനം എടുക്കാം. ബാലശിക്ഷ എപ്പോഴാണ് തരുന്നത്? യെരമ്യാ പ്രവചനം 2-ാം അധ്യായം ഒന്നെടുക്കാം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം നോക്കി. നീയോ ഞാൻ കുറ്റമില്ലാത്തവൻ, അവന്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, സത്യമെന്ന് പറയുന്നു. അടുത്ത ഭാഗം നോക്കണം. ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. 3-ാം അധ്യായം നോക്കി. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അവസാന ഭാഗം. ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നിന്റെ അകൃത്യം സമ്മതിക്കാൻ മാത്രം ചെയ്യുക യഹോവയുടെ അരുളപ്പാട്. ദൈവം പ്രവാചകന്മാരെ അയച്ചു. ദൈവം ഇസ്രായേലിനോട് പറയുന്നത് എന്താണ്? നിന്റെ അകൃത്യം ഒന്ന് സമ്മതിച്ചാൽ മതി. നീ പാപം ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. ദൈവം എപ്പോഴാണ് നമ്മളോട് ഇടപെടുന്നത്? നമ്മൾ സ്വയനീതിക്കാരായി മാറുമ്പോൾ, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ. എന്നാൽ 1 യോഹന്നാൻ 1:9 എന്താ വായിക്കുന്നത്? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിലേ ക്ഷമിക്കുകയുള്ളൂ. ഇസ്രായേലിനോട് ദൈവം ഇടപെട്ടത് എപ്പോഴാണ്? ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ കുറ്റമില്ലാത്തവളാണ്, നീ പാപം ചെയ്തിട്ടില്ലെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വേദനിക്കും. സഹോദരന്മാരെ, ദൈവം പാപം ക്ഷമിക്കും. ദൈവം ക്ഷമിക്കാത്ത ഒരു പാപവുമില്ല. നമ്മുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. ദൈവം ക്ഷമിക്കാത്ത ഒരു പാപവുമില്ല. എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്ത് വെച്ച് എന്നെ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുക 2-3 ദിവസം. ആൾക്കൂട്ടം കൂടുതലുള്ളത് കൊണ്ട് അവിടെ വാളണ്ടിയേഴ്സ് വേണമായി. അവിടെ വാളണ്ടിയേഴ്സ് ആയിട്ട് വന്നത് ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന കുറ്റവാളികൾ, പ്രിസൺ ഫെലോഷിപ്പ് അതുപോലുള്ള എന്തോ ഒരു ഓർഗനൈസേഷൻ, ജോസ് വളപ്പാടിന്റെ നേതൃത്വത്തിൽ ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന കുറെ പേരാണ് അന്ന് വാളണ്ടിയേഴ്സ് ആയിട്ട് നിന്നത്. ഞാൻ അവരോട് അടുത്തിടപെട്ട് നോക്കി, നിങ്ങളെങ്ങനെയാ ജയിലിൽ പോയത്? പലരുടെ വായിൽ നിന്ന് കേട്ടു, രാഷ്ട്രീയ കൊലപാതകന്മാരാണ്. ഞാൻ എല്ലാ ചരിത്രവും പറയുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ജയിലിൽ കിടന്ന സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ഇന്ന് കർത്താവിന്റെ വേലയിൽ അവർ ഏർപ്പെട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭയങ്കര കുറ്റം ചെയ്തവർക്ക്. നിരപരാധികളെ കൊന്നിട്ടുള്ളവര് അവരുടെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടായി ആ പാപം ഏറ്റുപറഞ്ഞ് അവരുടെ പാപത്തിന് ക്ഷമാപണം കിട്ടി രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി മാറി കർത്താവിന് പ്രയോജനപ്പെടുന്നു. എത്ര വലിയ പാപമാണെങ്കിലും ദൈവം ക്ഷമിക്കും. ദൈവത്തിന് ക്ഷമിക്കാൻ വയ്യാത്തത് നമ്മൾ സ്വയനീതിക്കാരായി പാപം ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദൈവം ഇടപെടുന്നത് ദൈവമക്കളോട് ഇടപെടുകയുള്ളൂ. ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചു. അതായത് പാപം ചെയ്തിട്ട് നമ്മള് 4 വിധത്തിൽ ഏർപ്പെടും. പാപം ചെയ്തു കഴിഞ്ഞാൽ 4 വിധത്തില് നമുക്ക് ചെയ്യാം. ഒന്ന്, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, we will blame someone. ആരെയും കുറ്റം പറയും. സ്വയമായി സമ്മതിക്കുന്നതിന് പകരം ആരെയും കുറ്റം പറയും. ഏറ്റവും നല്ല ദൃഷ്ടാന്തം ഏദൻ തോട്ടമാണ്. ദൈവം ആദമിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് ചോദിച്ചു, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? എന്താ ആദം പറഞ്ഞേ? നീ എന്നോടുകൂടി ഇരിക്കാൻ തന്ന സ്ത്രീ പറിച്ചു തന്നു, ഞാൻ തിന്നു. ആരെയാ ശരിക്കും കുറ്റം പറഞ്ഞു? നീ തന്ന സ്ത്രീ കൊണ്ടുവന്നു, ഞാൻ തിന്നു. ദൈവത്തെ കുറ്റം പറയുക. സ്ത്രീയോട് ചോദിച്ചു, നീ ഇത് ചെയ്തോ? സാത്താൻ എന്നെ പറ്റിച്ചു. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ്. ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതാണ് സ്വന്തം പാപം സമ്മതിക്കാതെ കുറ്റം പറയുക മറ്റുള്ളവരെ, ബ്ലെയിമിങ് സമ്മൺ. 2, ഒരു എക്സ്ക്യൂസ് കൊണ്ടുവരും. 1 ശമൂവേൽ 15-ാം അധ്യായത്തില് അമാലേക്യരെ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞു. ശമൂവേൽ വന്നപ്പോ കേൾക്കാം, കാളയുടെയൊക്കെ മുക്കറ കേൾക്കാം.
എന്താണിതെന്ന് ശൗലിനോട് ചോദിച്ചപ്പോൾ, നിന്റെ ദൈവത്തിന് മേൽത്തരമായ ചിലതിനെയൊക്കെ വെച്ചിരിക്കുകയാണ് കൊടുക്കാൻ. എക്സ്ക്യൂസ്. അവന്റെ സാമ്രാജ്യം തന്നെ അവന് നഷ്ടപ്പെട്ടു. 3, പാപത്തെ മൂടിവെക്കാം. സദൃശവാക്യം 28:13 He that covereth sin, മലയാളത്തിൽ വായിച്ചാൽ തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ അവന് കരുണ ലഭിക്കും. പാപത്തെ മൂടിവെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ രാത്രി വായിച്ചു 1 കൊരിന്ത്യർ 11:31-32 നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടില്ല, ഇല്ലെങ്കിൽ കർത്താവ് ബാലശിക്ഷ കഴിക്കും. അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറഞ്ഞു, പാപം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒഴികഴിവ് പറയും, എക്സ്ക്യൂസ്. പാപം ചെയ്തു കഴിഞ്ഞാൽ പാപത്തെ മൂടിവെക്കാം, അല്ലെങ്കിൽ നമ്മെ തന്നെ വിധിക്കാം. നാം നമ്മെ തന്നെ വിധിക്കാം, ഇല്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ബാലശിക്ഷ കഴിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്താണ് ഈ ബാലശിക്ഷ എന്നുള്ളതാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. അത് ഞാൻ എടുക്കുന്നതിന്റെ കാരണം തെറ്റിദ്ധാരണകളൊന്നും മാറാൻ വേണ്ടി. ഞാൻ ഈ ഭാഗം എടുക്കുമ്പോൾ ആരെയും നമ്മൾ വിധിക്കാൻ പാടില്ല. ദൈവജനത്തിൽ പറയുന്നു, നാം നമ്മെ തന്നെ വിധിക്കാൻ പറയും, നാം മറ്റുള്ളവരെ വിധിക്കാനായിട്ട് പാടില്ല. നോക്കുക, ബൈബിളിൽ വായിക്കുമ്പോൾ ബാലശിക്ഷകളുടെ കുറിച്ച് നമുക്ക് ബൈബിളിൽ സൂചന ലഭിക്കുന്നു. 1-2 ഭാഗങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. 1 ബാലശിക്ഷയിൽ 1 കൊരിന്ത്യർ 11 നോക്കാട്ടെ. 1 കൊരിന്ത്യർ 11 നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അതിന്റെ 30 വാക്യം നോക്കാട്ടെ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫോർ ദിസ് കോസ്, ഈ കാരണത്താൽ നിങ്ങളിൽ ചിലരൊക്കെ രോഗികളാകുന്നു. ബാലശിക്ഷയായിട്ട് രോഗം വരും, പക്ഷെ എല്ലാ രോഗങ്ങളും ബാലശിക്ഷയല്ല. ഞാൻ അതിന്റെ തെളിവ് ദൈവത്തിൽ കൂടെ തരാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ ബെഥെസ്ദ കുളക്കരയിൽ ഒരുത്തൻ കിടപ്പുണ്ട്, 38 വർഷമായി കിടക്കുക. കർത്താവിനെ സുഖപ്പെടുത്തിയിട്ട് അവനോട് എന്താ പറഞ്ഞത്? നോക്കുക, ഇതിലധികം തിന്മയായി ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അതിൽ നിന്നൊരു ധ്വനി വരുന്നുണ്ട്, അവൻ അവിടെ കിടന്നതിന്റെ കാരണം പാപമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം തന്നെ 9-ാം അധ്യായത്തിന്റെ 2-3 വാക്യം പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, അവനോ അവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, അവൻ കുരുടനായി പിറന്നത് പാപം കൊണ്ടല്ല. എന്നാൽ ഒരുവൻ 38 വർഷമായി അവിടെ കിടപ്പുണ്ട്, ഇനി പാപം ചെയ്യരുത്, നിനക്ക് ഇതിലധികം തിന്മ വരും. രോഗം പാപത്തിന്റെ ശിക്ഷയായിട്ട് വരാറുണ്ട്. നമ്മള് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ വായിച്ചു, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരുമാകും. എല്ലാ രോഗങ്ങളും ബാലശിക്ഷയല്ല, പക്ഷേ രോഗം ബാലശിക്ഷയായിട്ട് വരുന്നു. രണ്ടാമത്, ചിലപ്പോൾ ധനനഷ്ടങ്ങളൊക്കെ വരും. നമ്മുടെ ധനനഷ്ടങ്ങൾ വരും. വിശ്വാസികളുടെ ജീവിതത്തിൽ അതും സംഭവിക്കും. എനിക്ക് മനോഹരമായി തോന്നിയ ഒരു വാക്യം ഞാൻ വായിക്കാം. ഹോശേയ പ്രവചനം 5-ാം അധ്യായം നോക്കിക്കട്ടെ. ഹോശേയ പ്രവചനം 5-ാം അധ്യായം. അവിടെ ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നോക്കിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എബ്രാഹീമിന് പുഴുവും യഹൂദയ്ക്ക് ഗൃഹത്തിന് ദ്രവത്വവുമായിരിക്കും. വീണ്ടും 14-ാം വാക്യം, ഞാൻ എബ്രാഹിമിനൊരു സിംഹം പോലെയും യഹൂദ ഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയായി. ആദ്യം ദൈവം പുഴു പോലെ കാർന്നു തിന്നു, അതുകൊണ്ടവൻ തിരിഞ്ഞു വരുന്നില്ലെങ്കിൽ പിന്നെ സിംഹം പോലായി മാറും. ദൈവത്തിന്റെ ശിക്ഷയുടെ കാഠിന്യമാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കണം, ആമോസിന്റെ പുസ്തകം, അവിടെ കൂടെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം നോക്കിയാട്ടെ. നിങ്ങൾ ഈ വാക്യങ്ങൾ കുറിച്ചെടുക്കുന്ന പലരെയും കാണുന്നു. വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കുക. എനിക്ക് എല്ലാ ഭാഗവും വായിക്കാൻ നിവൃത്തിയില്ല. 4-ാം അധ്യായത്തിന്റെ 6 തൊട്ട് അതിന്റെ 13 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അനേക ആ പ്രാവൃത്തി നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു വാക്യം വായിക്കാം, 6-ാം വാക്യം.
നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടത്തും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 8-ാം വാക്യത്തിന്റെ അവസാനം, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. 9-ാം വാക്യത്തിന്റെ അവസാനം, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. 10-ാം വാക്യത്തിന്റെ അവസാനം, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. 11-ാം വാക്യം, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ദൈവം പല വിധത്തിൽ ഇടപെടുകയാണ്. അവരുടെ കൃഷി നശിപ്പിച്ചു കളയുന്നു, അവരുടെ ചെറുപ്പക്കാരെ കൊന്നുകളയുന്നു, അവിടെ വെള്ളമില്ലാതാക്കി തീർക്കുന്നു. അനേക വിധത്തിൽ ദൈവം ഇടപെട്ടു. എന്തിനാ ഇടപെട്ടത്? എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല. Yet you have not turned to me. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, നീ പാപം ചെയ്തിട്ട് സമ്മതിച്ചാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. നീ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് കൊണ്ട് നിന്നോട് ഞാൻ വ്യവഹരിക്കും. പല വിധത്തിൽ ദൈവം ഇടപെടുകയാണ്. ദൈവം പല വിധത്തിൽ ബാലശിക്ഷകളിലൂടെ ഇടപെടും. എന്നാൽ ഇതുകൊണ്ടൊന്നും ശരിയാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കണം, മുമ്പെയുള്ള മരണം സംഭവിക്കും. നോക്കാം, ഞാൻ അല്പസമയം അവിടെ ഒന്ന് എടുത്തോളൂ. 1 കൊരിന്ത്യർ 11:30 നമുക്കറിയാം, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം എനിക്ക് തീർത്ത് പറയാനായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മരണവും ബാല്യശിക്ഷയല്ല. മുമ്പെയുള്ള മരണങ്ങൾ പലതും നടക്കും, അതെല്ലാം ബാല്യശിക്ഷയല്ല. എന്റെ മകന്റെ മരണശേഷം ഞാൻ ഈ വിഷയം കുറെ കൂടെ എടുത്ത് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ ഇങ്ങനെ പറയട്ടെ, എളുപ്പം ഞാൻ പറയാം. 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. നമ്മൾ ഓർക്കണം, സഭയുടെ അടിത്തറ പാകാനുള്ള ആളുകളാണ്. യൂദാ പോയി, പിന്നെ 11 പേരെയുള്ളൂ. ഈ 11 പേരില് യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊണ്ടു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, 2 പേരുടെ. 3-ാമത്തെ ആളാണ് പത്രോസിനെയും പിടിച്ചു, അവനെ കൊല്ലാൻ കാരാഗൃഹത്തിൽ അടച്ചു. സഭയുടെ അടിത്തറ പാകേണ്ട ശിഷ്യന്മാരെ ഓരോരുത്തരായി കൊല്ലുകയും ഓരോരുത്തരായിട്ട് നശിപ്പിക്കുകയാണ് ശത്രു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ, യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നപ്പോൾ കർത്താവ് തടസ്സപ്പെടുത്തിയില്ല. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ കർത്താവ് തടസ്സപ്പെടുത്തിയില്ല. പത്രോസിനെ കൊല്ലാൻ പിടിച്ചപ്പോൾ അവളൊന്ന് വിടുവിച്ചു. എന്താണ്? യാക്കോബ് പാപം ചെയ്തിട്ടാണോ മരിച്ചത്? സ്തെഫാനോസ് എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ മരിച്ചത്? അല്ല. ദൈവം എന്തിനാണ് പത്രോസിനെ വിടുവിച്ചത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കാം, എന്താ കർത്താവ് അങ്ങനെ ചെയ്തത്? There is no answer. മറുപടിയില്ല. ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ദൈവം ഇത് ചെയ്യുന്നു. ചിലരെ ദൈവം മുമ്പേ വിളിക്കുന്നു, ചിലരെ ദൈവം വളരെ ദീർഘായുസ് കൊടുത്ത് നിർത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചിലരോട് ഇടപെടുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് വിധിക്കാൻ അവകാശമില്ല. ഒരു വാക്യം ഞാൻ വായിക്കാം. യെശയ്യാ 57 1-ാം വാക്യം ഒന്ന് വായിക്കാട്ടെ. യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വളരെ ആശ്വാസം എന്റെ മനസ്സിൽ തോന്നിയ ഒരു വാക്യമാണ്. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാർ ഒഴിഞ്ഞു പോകുന്നു. അടുത്തത്, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിച്ചോ വാക്യം. ഏതാനും മാസം മുമ്പ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു കുവൈത്തിൽ. ഞാൻ ആ ഫ്യൂണറലിന് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഞാൻ പത്തനംതിട്ടയില് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. 13 വയസ്സുള്ള ഒരു മോള് മരിച്ചിരിക്കും. അവിടെ ഇരുന്നപ്പോഴും ഈ വാക്യം എടുത്താൽ ഞാൻ പ്രസംഗിച്ചു. ഇന്ന് നോക്കി, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ചിലരെ ദൈവം നേരത്തെ വിളിക്കുന്നത്? അവരുടെ ജീവിതം മുഴുവൻ ദൈവത്തിനറിയാം. ഒരുപക്ഷെ അവർ ജീവിച്ചിരുന്നാൽ ഇതിലും വലിയ അനർത്ഥങ്ങളിലേക്ക് അവർ പോകും. അവരുടെ ജീവിതത്തിൽ എന്താ ഭവിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ദൈവം അവരെ മുമ്പുകൂട്ടി തന്റെ സന്നിധിയിലേക്ക് വിളിക്കുന്നു. ഈ വാക്യം പറയുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ഞാൻ ഓർപ്പിച്ചത് ലൂക്കോസ് 13 ആദ്യത്തെ 5 വാക്യം കൂടെ നിങ്ങൾ വായിച്ചോ. ഞാൻ എടുക്കുന്നില്ല, സമയത്തിന്റെ പരിധി കൊണ്ട്. അവിടെ ശീലോഹാവില്
ഗോപുരം വീണ് മരിക്കുന്നവരെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അവര് പാപം ചെയ്തിട്ടാണോ അങ്ങനെ സംഭവിച്ചതല്ല. മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കും, ഒരാളുടെ മുമ്പേ ഉള്ള മരണം വരുമ്പോൾ ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന് പറയും. ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ അത് വിധിക്കാൻ നമ്മൾക്ക് അവകാശമില്ല. നമുക്ക് കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ ചോദിക്കാം, എന്താ ഇങ്ങനെ സംഭവിച്ചത്? ഒരു കാര്യം നമുക്ക് അറിയാം, പക്ഷേ ന്യായവിധിയായിട്ട് ചിലരെ ദൈവം ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്, അതിന് തർക്കമില്ല. ഇത് ഹേതുവായി നിങ്ങൾ പലരും നിദ്ര പ്രാപിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാരാന്നറിയാമോ? മോശയാണ്. മോശ. അയ്യോ, ഞാനത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ ഭയമല്ല, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ പോയി. മോശ 40 വർഷം മരുഭൂമിയിലൂടെ നടന്നു. ഈ 20 ലക്ഷം ജനത്തെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകാൻ മോശ നടത്തിയതിൽ 6 ലക്ഷം പുരുഷന്മാരുണ്ട്. ഈ 6 ലക്ഷം പുരുഷന്മാരിൽ കാലേബും യോശുവയും ഒഴിച്ച് എല്ലാവരും മരിച്ചടക്കപ്പെട്ടു. അവരാരും കയറിയില്ല. അവരെ നടത്തിയ മോശയോ? അവനും കയറിയില്ല. അവരെ നടത്തിയ മോശയും കയറിയില്ല. ഈ മോശയുടെ പ്രാർത്ഥന ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഹൃദയഭേദകമായ പ്രാർത്ഥന. മോവാബ് സമഭൂമി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ നിന്ന് കാണാം. ഞാൻ അവിടെ കയറി നിന്നിട്ടുണ്ട്. മോശ നിന്ന മലയിൽ നെബോ പർവ്വതം എന്ന് പറയും. ആ നെബോ പർവ്വതത്തിൽ നിന്നാൽ ഇങ്ങനെ കാണാം ദൂരെ 15 മൈൽ അപ്പുറത്ത്, കിലോമീറ്റർ അപ്പുറത്ത് ചാവുകടല്, യെരുശലേം ഒക്കെ കാണാം. അവിടെ നിന്ന് മോശയെ കാണിച്ചിട്ട് പറഞ്ഞു, മതി, ഇനിയും നീ എന്നോടൊരു വാക്ക് പറഞ്ഞേക്കല്ലേ, നിന്നെ കേട്ടത്തില്ലെന്ന്. കെഞ്ചി എന്നെ ആ ദേശം ഒന്ന് കാണിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 40 വർഷം ആ നാട് മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുകയാണ് മോശ. അതിന്റെ വക്കത്ത് വന്നപ്പോ പറഞ്ഞു, അങ്ങോട്ട് നിന്നെ കടത്തത്തില്ല. പക്ഷെ ഇവിടെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ദൈവം മോശയെ കടത്താഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ ജനത്തെ കടത്താഞ്ഞത്? നമുക്ക് 2 വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഒന്ന്, ജനങ്ങൾ കടന്നില്ല. സംഖ്യാപുസ്തകം നോക്കിയാട്ടെ, സംഖ്യാപുസ്തകം. ഈ ജനങ്ങളെ ദൈവം കടത്തിയില്ല, പക്ഷെ ജനങ്ങൾ എത്ര പാപം ചെയ്തു? സംഖ്യാപുസ്തകം 10-ാം അധ്യായം എടുത്തേ, നമ്പേഴ്സ് ചാപ്റ്റർ 10. ജനങ്ങളെ 14, നമ്പേഴ്സ് ചാപ്റ്റർ 14. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. എന്റെ തേജസ്സും മിസ്രൈമിലെ മരുഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എത്ര പ്രാവശ്യം പാപം ചെയ്തു? 10 പ്രാവശ്യം. ജനങ്ങൾ 10 പ്രാവശ്യം പാപം ചെയ്തു. 10 പ്രാവശ്യം ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വന്നു. ദൈവം പറഞ്ഞു, ഞാൻ അവരെ കേട്ടത്തില്ല. ഓക്കെ, നമ്മൾ സമ്മതിച്ചു. മോശയോ? ഈ പാപം മോശ. സംഖ്യാപുസ്തകം 20-ാം അധ്യായം നോക്കിയാട്ടെ. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 തൊട്ടുള്ള വാക്യം വായിക്കണം. 7 തൊട്ടുള്ള വാക്യം നമുക്ക്, നിന്റെ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. 9-ാം വാക്യം, തന്നോട് കൽപ്പിച്ചോല മോശ യഹോവയുടെ സന്നിധിയിൽ വടിയെടുത്തു ജനങ്ങളെ വിളിക്കുകയാണ്, മത്സരികളെ. 11-ാം വാക്യം, മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. ദൈവം പറയുക, 12-ാം വാക്യം, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിക്കാതെ വണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല. ഒറ്റ പാവം. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ മോശ അടിച്ചു. ഇതേയുള്ള പ്രശ്നം. ആലോചിച്ചു. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ മോശയെ അടിച്ചു. ഈ ഒറ്റ കാരണത്താൽ അവനോട് പറഞ്ഞു, നിന്നെ ഈ വാഗ്ദത്ത നാട്ടിൽ ഞാൻ കേട്ടിട്ടില്ല. ഇസ്രായേൽ മക്കൾ കയറിയില്ല, അവർ 10 പ്രാവശ്യം പാപം ചെയ്തു. അത് നമുക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ ഇസ്രായേൽ മക്കളുടെ 10 പാപം ഒരു ത്രാശിന്റെ തട്ടിലും മോശയുടെ ഒരു പാപം ഈ തട്ടിലും വെച്ചപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് ഒരേ രീതിയിൽ, ഒരേ രീതിയില്ല. എന്താ കാരണമെന്നറിയാം? ദൈവത്തിന്റെ വചനത്തിൽ ഒരു പ്രമാണമുണ്ട്, ഏറെ ലഭിച്ചവന് ഏറെ. ആർക്കാ ഏറ്റവും കൂടുതൽ ശിക്ഷ എന്നറിയാവോ? യാക്കോബ് 3:1 വായിക്കുന്നുണ്ട്. യാക്കോബ് 3:1,
അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകര് ഉപദേഷ്ടാക്കന്മാരാകരുത്. ഉപദേഷ്ടാവെന്ന് പറഞ്ഞ ആരാ? ടീച്ചർ. അപ്പം കൂടുതൽ ശിക്ഷ ആർക്കാ? പഠിപ്പിക്കുന്നു. ഞാനിവിടെ ഒന്ന് പഠിപ്പിക്കുമ്പോൾ എനിക്കത് അറിയാം. ഏറ്റവും കൂടുതൽ ശിക്ഷ പഠിപ്പിക്കുന്നവർക്കാണ്. നിങ്ങളിൽ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. തിരുവചനം പറയുകയാണ്, യാക്കോബ് 3:1. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ലേവ്യ യാഗങ്ങൾ എൻ്റെ ഒരു ഹരമാണ് പഠനത്തിൽ. അതിന്റെ അവിടെ നിന്ന് ഞാനൊരു കാര്യം കാണിക്കാം. ലേവ്യ പുസ്തകം 4-ാം അധ്യായം നിർത്താട്ടെ. ലേവ്യ പുസ്തകം 4-ാം അധ്യായം പാപയാഗത്തെ കുറിച്ച് പറയുകയും പാപയാഗം. ഇപ്പൊ ഇവിടെ ഒന്നാമത് അഭിഷിക്തനായ പുരോഹിതൻ, 3-ാം വാക്യം നോക്കിയേ. അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിൽ കുറ്റം വരത്തക്കോണം പാപം ചെയ്തു. 22-ാം വാക്യം, ഒരു പ്രമാണി പാപം ചെയ്തു, പ്രിൻസ്. ഇനി അതിന്റെ 27-ാം വാക്യം, ജനത്തിൽ ഒരുത്തൻ പാപം ചെയ്തു. അപ്പോൾ എല്ലാവരും പാപം ചെയ്യുന്നു. അഭിഷിക്തനായ പുരോഹിതൻ പാപം ചെയ്യുന്നു, ഒരു പ്രമാണി പാപം ചെയ്യുന്നു, ഒരു സാധാരണക്കാരൻ പാപം ചെയ്യുന്നു. എല്ലാവരും പാപത്തിന്റെ കീഴിലാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ 4-ാം അധ്യായത്തിലെ പാപയാഗം. എന്നാൽ ഇതിന്റെ പരിഹാരമായി നീ നോക്കണ്ടേ. നോക്കിയേ, 3-ാം വാക്യം, അഭിഷിക്തനായ പുരോഹിതനും പാപം ചെയ്താൽ, 5-ാം വാക്യം, അതിന്റെ 3-ാം വാക്യത്തില് അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്തൊരു കാളക്കിടാവിനെ അർപ്പിക്കണം. പുരോഹിതൻ പാപം ചെയ്താൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഒരു കാളക്കിടാവിന്റെ രക്തം വേണം. ഒരു പ്രമാണിയും 22-ാം വാക്യം നോക്കിയേ, പ്രമാണി പാപം ചെയ്താൽ നമ്മളോട് വായിക്കുന്നുണ്ട്, ഒരാൺകോലാടിനെ, 23-ാം വാക്യം, ആൺകോലാടിനെ യാഗം അർപ്പിക്കണം, അതിന്റെ ചോര ആവശ്യമാണ്. എന്നാൽ ഒരു സാധാരണക്കാരനോ, 27-ാം വാക്യം, ജനത്തിൽ ഒരുത്തൻ സാധാരണക്കാരൻ പാപം ചെയ്താൽ 28-ാം വാക്യം, ഊനമില്ലാത്തൊരു പെൺകോലാടിനെ വഴിപാടായിട്ട് അർപ്പിക്കണം. ഇതെന്തിനാ ദൈവം ഈ വ്യത്യാസം പറഞ്ഞത്? ഒരു പുരോഹിതൻ പാപം ചെയ്താൽ ഒരു കാളക്കിടാവിന്റെ രക്തം, ഒരു പ്രമാണി പാപം ചെയ്താൽ ഒരു ആൺകോലാടിന്റെ രക്തം, ഒരു സാധാരണക്കാരൻ പാപം ചെയ്താൽ പെൺകോലാടിന്റെ രക്തം. ഒരു സാധാരണക്കാരന്റെ പാപത്തെക്കാട്ടിൽ ഗൗരവമാണ് ഒരു പ്രമാണിയുടെ പാപം. അതിൽ ഗൗരവമാണ് ഒരു പുരോഹിതന്റെ പാപം. പാപത്തെ ദൈവം എല്ലാ വിധത്തിലും അല്ല കാണുന്നത്. പുതുതായി വന്നൊരു വിശ്വാസി അവനൊരു പാപം ചെയ്യുന്ന പോലെ അല്ല ഒരു സഭയിലെ ഒരു സുവിശേഷകനോ മൂപ്പനോ അല്ലെങ്കിൽ പഴയൊരു വിശ്വാസി പാപം ചെയ്യുന്നത്. ഒരു ഉപദേഷ്ടാവ് പാപം ചെയ്യുന്നതും ഒരു സാധാരണക്കാരൻ പാപം ചെയ്യുന്നതും ഒരേ അളവിൽ അല്ല ദൈവം കാണുന്നത്. ദൈവത്തിന് അറിയാം എങ്ങനെ ഇടപെടണം. ഈ തിരുവചനം ഒരു കാര്യം പഠിപ്പിക്കുന്നു, ഏറെ ലഭിച്ചവരോട് ഏറെ ചോദ്യം. മോശെ ഒരു പാപമേ ചെയ്തുള്ളൂ, അവൻ ദൈവത്തോട് മുഖാമുഖമായി നിന്ന് സംസാരിച്ചവനാണ്. ജനങ്ങൾ 10 പാപം ചെയ്തു, ജനങ്ങളെ കയറ്റിയില്ല, മോശയും കയറ്റിയില്ല. നമ്മൾ എത്ര കരുതണം, ശ്രദ്ധിക്കണം. ദൈവമക്കളായ നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. കാരണം മുമ്പെയുള്ള മരണം വരെ ഒരു വിശ്വാസിക്ക് സംഭവിക്കാം. എന്നാൽ എല്ലാ മരണങ്ങളും അങ്ങനെ സംഭവിക്കുന്നതല്ല. നമുക്ക് വിധിക്കാൻ അവകാശമില്ല. നീതിമാനായ ദൈവം തന്റെ ആ നീതിയുടെ കോലിനാൽ അവനറിയാം എങ്ങനെ ഇടപെടണമെന്നുള്ളത് അവനറിയാം. അതനുസരിച്ച് അവൻ ഇടപെടും. ഇവിടെ നിൽക്കട്ടെ, നമ്മൾ കണ്ടു ബാലശിക്ഷ ദൈവം ഇവിടെ വെച്ച് ഇടപെട്ടുകൊള്ളു. പാപി എന്ന നിലയിൽ ന്യായവിധിയില്ല, ശിക്ഷിക്കുന്ന ശിക്ഷ ഇനി നമുക്കില്ല. എന്നാൽ ഒരു ദൈവം ഇതിലെ ഒരു മകനെ അപ്പൻ നടത്തുന്ന പോലെ ബാലശിക്ഷകളിലൂടെ ഇതിലെ നടത്തുന്നു. പിന്നെ എന്താ മൂന്നാമത്? ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലും. അവിടെ വെച്ച് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കും. അവിടെ വെച്ച് ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് അസെസറും. ഭാവിയിൽ ഒരു ദാസൻ എന്ന നിലയിൽ നമ്മളെ ദൈവം ന്യായം വിധിക്കും. നമ്മൾ ഇനിയും ഉള്ള ഭാഗം, ഇനി ശേഷിക്കുന്ന സമയവും വൈകിട്ടുള്ള സമയവും ഞാൻ ആ വിഷയം എടുക്കാൻ പോവുകയാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. കാരണം അത് വ്യക്തമായി പഠിക്കണമെങ്കിൽ ഈ 2 ഭാഗങ്ങൾ വ്യക്തമായി അറിയാതെ മുന്നോട്ട്
പഠിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഭാവിയിൽ പാപത്തിന്റെ ശിക്ഷയില്ല. സ്വർഗത്തിൽ പാപത്തിന്റെ ഭണ്ഡാരം തുറക്കുകയല്ല. സ്വർഗം അതിനുള്ള സ്ഥലമല്ല. നീ ഇന്ന പാപം ചെയ്തു, നീ ഇന്ന പാപം ചെയ്തു എന്നും പറഞ്ഞ് പാപത്തിന്റെ ഭണ്ഡാരം തുറക്കുന്ന സ്ഥലമല്ല സ്വർഗം. പാപങ്ങൾ മുഴുവൻ ദൈവം പുത്രന്റെ മേൽ ചുമത്തി അവന്റെ ജ്ഞാനത്തിന് തുറന്നു. അതിന് പരിഹാരമില്ല. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ 2 Corinthians 5:10 നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യം. ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന വാക്ക് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. ഈ 2 Corinthians 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ മുമ്പാകെ വെളിപ്പെടണം. ഒന്നാമത്, എല്ലാവരും ശിക്ഷയ്ക്ക് ഈ ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കും. ആരൊക്കെ നിൽക്കും? അപ്പോസ്തലന്മാരും നിൽക്കും. അതെന്താ അങ്ങനെ പറയുന്നത്? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ നിങ്ങളെല്ലാവരും നിൽക്കുമെന്നല്ല പറഞ്ഞത്, നാം എല്ലാവരും തന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പുറകെ നോക്കാം. താൻ തന്റെ ശരീരത്തെ ശിക്ഷണ വിധേയമാക്കി ജീവിച്ചത് മുഴുവൻ അന്ന് ഞാൻ അംഗീകരിക്കപ്പെട്ടവനായി അംഗീകരിക്കപ്പെടാതെ എന്നെ തിരസ്കരിക്കരുതെന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് പൗലോസിന്റെ ജീവിതത്തെ പൗലോസ് ക്രമീകരിച്ചത്. സൗരന്മാരെ, നാം എല്ലാവരും അവിടെ നിൽക്കും. റോമലേഖനം 14-ാം അധ്യായം നോക്കട്ടെ. റോമലേഖനം 14-ാം അധ്യായം, അവിടെ 10-ാം വാക്യം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. 12-ാം വാക്യം. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടത്. ഒരു കാര്യം തീർച്ച വചനം വ്യക്തമാക്കും, നമ്മൾ ഓരോരുത്തരും നിൽക്കും. നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ കണക്കുകൾ കൊടുക്കാൻ പറ്റും. ഇവിടെ വായിക്കുന്നു, നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. എന്റെ ജീവിതത്തിന്റെ കണക്ക് ഞാൻ കൊടുക്കും. ഞാൻ പലപ്പോഴും പറയും, എന്റെ ഭാര്യയുടെ ജീവിതത്തിന്റെ കണക്ക് അവൾ കൊടുക്കും, എന്റെ മക്കളുടെ കണക്ക് അവർ കൊടുക്കും, ഓരോരുത്തരുടെ കണക്ക് അവനവൻ കൊടുക്കും. ഇറ്റ്സ് an individual examination. ദൈവം വ്യക്തികളായിട്ട് പരിശോധിക്കപ്പെടുകയും ഓരോരുത്തരുടെ ജീവിതം പരിശോധിക്കുക. എല്ലാവരും സഭയുടെ അടിത്തറവാകിയ അപ്പോസ്തലന്മാരുൾപ്പെടെ അവിടെ നിൽക്കുന്നു. നമുക്ക് നോക്കാം, എന്താണ് ഇനി അവിടെ പരിശോധിക്കുന്നത്? ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാനൊരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ബ്രദറൻ കുടുംബത്തിലെ 4-ാമത്തെ തലമുറക്കാരനാണ്. പക്ഷെ ഞാൻ കേട്ട് എന്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ വന്നു. ഞാൻ വിചാരിച്ചു സുവിശേഷ വേലയാണ് അവിടെ പരിശോധിക്കുന്നത്. ഞാൻ ചെയ്ത സുവിശേഷ വേല പരിശോധിച്ച് കർത്താവ് അംഗീകരിച്ച സുവിശേഷ വേലയ്ക്ക് പ്രതിഫലം കിട്ടും, ബാക്കിയൊക്കെ കത്തിപ്പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, കുറച്ചൊക്കെ അവിടെ കാണുമല്ലോ, അത് മതി. എന്നാൽ ഒരു കാര്യം ഞാൻ തീർത്തു പറയട്ടെ, സുവിശേഷ വേല അല്ല പരിശോധിക്കും. ഈ വാക്യം നോക്കി, എന്താ അവിടെ പരിശോധിക്കുന്നത്? സുവിശേഷങ്ങളെ പരിശോധിക്കുമെന്ന് എഴുതിയിട്ടുണ്ടോ? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, ഈ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ പരിശോധിക്കും. എന്താ അങ്ങനെ പറയുന്നത്? ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു നേഴ്സ് ആയിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു ഓഫീസ് വർക്ക് ചെയ്യാതിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു കൃഷിക്കാരനായിരിക്കാം. ഞാൻ ഈ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അത് മുഴുവൻ പരിശോധിക്കും. അങ്ങനെയാണോ പരിശോധന? ഈ വചനം അതാ പറയുന്നത്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് ഞാൻ എടുത്ത് വീണ്ടും നോക്കി. നമുക്കറിയാം, പുതിയ നിയമം ഗ്രീക്കിലാണ് രേഖപ്പെടുത്തിയത്. ഗ്രീക്ക് ഭാഷയുടെ ഇതിന്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചെങ്കിലേ ഒക്കുള്ളൂ. കാരണം ഈ വാക്യം അതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്ന വാക്ക് പ്രാസോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. പ്രാസോ എന്ന വാക്കിന്റെ അർത്ഥം ജനറൽ പെർഫോമൻസ്,
ശരീരം കൊണ്ട് എന്തെല്ലാം പൊതുവിൽ നമ്മൾ ചെയ്യുന്നു അത് മുഴുവൻ പരിശോധിക്കും. അതൊരു ഭയങ്കര പരിശോധനയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? പറയാം. 2 വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം നോക്കാം, അതിന്റെ 31-ാം വാക്യം. 1 കൊരിന്ത്യർ 10-ന്റെ 31-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, ഇവിടെ അതേ വാക്ക് വരികയാണ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, വാസു നിങ്ങൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്തോ വേണം? എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഞാനൊരു കൃഷിക്കാരനായിരിക്കും, ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുകയായിരിക്കാം, ഞാനൊരു വീട്ടിലെ ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം. ഞാൻ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതൊക്കെ എന്റെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 3:17. അവിടെയും ഈ വാക്ക് കാണും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, കൊളോഷ്യൻസ് ചാപ്റ്റർ 3, അതിന്റെ 17-ാമത്തെ വാക്യം. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തു. ദൈവം നമുക്ക് തരുന്ന ഒരു ജീവിതമുണ്ട്. രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് മരിക്കുന്നത് വരെ ഒരു ജീവിതം തന്നിട്ടുണ്ട്. ആ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം കാര്യത്തിൽ ഏർപ്പെടുന്നോ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ഞാൻ എനിക്കുള്ളവനല്ല. ഈ ശരീരം കൊണ്ട് ഞാൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്റെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമായിട്ട് ദൈവത്തിന് മഹത്വം തരും. അവന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ദൈവം നമ്മളെ വിളിച്ചു. നമ്മളെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ശരിക്കാ ഭാഗം പഠിച്ചു നോക്കിയാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ ആ വാക്കിന്റെ ശരിയായിട്ടുള്ള ആശയം, ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദിസ് വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. പിന്നീട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം എന്ന് പറഞ്ഞു? നിങ്ങൾ വെളിച്ചമാന്ന് പറഞ്ഞു. ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്തോ? എടുക്ക നമുക്ക് വാക്യം തന്നെ എടുത്തു നോക്കാം. വാക്യം എടുത്തു നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നോക്കിക്കട്ടെ. ദൈവജനം എന്താ പറയുന്നത്? നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? നമ്മളെ രക്ഷിച്ചപ്പോൾ എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അവിടെ നമ്മളെ കുറിച്ച് വെളിച്ചമാണെന്ന് പറയുന്നത് 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇനിയും ആ 16-ാം വാക്യം നോക്കിയേ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശം. ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലായോ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ മറ്റുള്ളവർ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. വിശ്വാസികൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് ദൈവവചനത്തിൽ വെളിച്ചമെന്ന് പറഞ്ഞിരിക്കുന്നത്. നാം ചെയ്യുന്ന നല്ല പ്രവൃത്തി. നമ്മളെ രക്ഷിച്ചത് എന്തിന്? 2 വാക്യം ഞാൻ വായിക്കാം. നമ്മളെ രക്ഷിച്ചത് എന്തിനാണ്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം എന്നെടുത്താട്ടെ. പിതാവായ ദൈവത്തിന്റെ നിത്യ ഉദ്ദേശം. സഭ മറന്നുപോയ ഒരു ദൗത്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവം മുന്നൊരുക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ എറ്റേണൽ പ്ലാനാണ്. ദൈവത്തിന്റെ നിത്യ ഉദ്ദേശമാണ്. എന്താണ് ഉദ്ദേശം? അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ഫോർ ഗുഡ് വർക്ക്സ്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാ? നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയത് എന്തിനാണ്? സൽപ്രവൃത്തികൾ. അത് ചെയ്തു പോരാൻ ദൈവം അത് നിശ്ചയിച്ചു. പിതാവായ ദൈവം അത് നിശ്ചയിച്ചു. പുത്രന്റെ കാര്യം നമുക്ക് നോക്കാം. തീത്തോസ് എന്നെടുത്താട്ടെ.
ക്രൂശിൽ അവൻ എന്തിനാ മരിച്ചതെന്ന് ചോദിക്കാൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ തീത്തോസ് 2:14 വാക്യം നോക്കിക്കാട്ടെ. തീത്തോസ് 2:14. സൗരന്മാരെ, കർത്താവ് എന്തിനാ ക്രൂശിൽ മരിച്ചത്? പിതാവായ ദൈവത്തിന്റെ നിത്യ ഉദ്ദേശമായിരുന്നു നമ്മളെ വീണ്ടും സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ്. പുത്രനത് മനസ്സിലാക്കി അവൻ ക്രൂശിൽ വന്ന് മരിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തിട്ട് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു ജനമായി മാറണം. We should be zealous in good works. അതിന്റെ അതേ അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കി. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികൾ ആയിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം. സഭയോട് പറയേണ്ട കാര്യമായത് സൽപ്രവൃത്തി. സൽപ്രവൃത്തി നിങ്ങളുടെ വെളിച്ചമാണ്. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരിൽ പ്രകാശിക്കണം. ഇവിടെ വന്നു സായിപ്പന്മാരിവിടെ വന്നു, മിഷണറിമാരിവിടെ വന്നു. ആന്ധ്രയിൽ ഞാൻ പലപ്പോഴും പോകാറുണ്ട് ശുശ്രൂഷയ്ക്ക്. ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ ബ്രദറിന്റെ അസംബ്ലികൾ, ഒരുപാട് വിശ്വാസികൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള സ്ഥലം ആന്ധ്രയിൽ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ ചരിത്രം മനസ്സിലാക്കി. മിഷണറിമാർ ആദ്യം അവിടെ വന്നു. അവിടെ ഗോദാവരി ഏരിയയിലൊക്കെ വരണ്ടു കിടന്ന സ്ഥലത്ത് ഈ സായിപ്പന്മാരാണ്, ഈ മിഷണറിമാരാണ് ഡാമൊക്കെ കെട്ടി വെള്ളമൊക്കെ ശേഖരിച്ച് ഈ ഭാഗമൊക്കെ കൃഷി ചെയ്യാനൊക്കെ അനുവദിച്ചത്. അവര് അങ്ങനെ അവിടെ ഒക്കെ ഫെർട്ടൈലായി മാറി. അയാളുടെ സ്റ്റാച്ചു അവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മിഷണറി അവരുടെ സ്വാധീനത അനേക രക്ഷിക്കുന്നു. യോങ്കിച്ചോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കൊറിയയിലെ യോങ്കിച്ചോയുടെ സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഭ. ഈ സഭ എന്താ ഇങ്ങനെ വളർന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾക്കറിയാമോ എന്താണ്? കൊറിയൻ വാർ ഉണ്ടായപ്പോൾ ഒരുപാട് അഭയാർത്ഥികൾ വീട് വിട്ട് വീടും കൂടുമില്ലാതെ അഭയാർത്ഥികളായി വന്നപ്പോൾ അവർക്ക് കഴിക്കാൻ ആഹാരമില്ല, ഒന്നുമില്ല. ഈ യോങ്കിച്ചോയുടെ സഭ അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് താമസ സൗകര്യം കൊടുത്തു, അവരെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. അവരൊക്കെ രക്ഷിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലസഭകളായി മാറി യോങ്കിച്ചോ. ഇവിടെ മിഷണറിമാർ വന്നു. നമ്മുടെ പിതാക്കന്മാർ എഴുത്തും വായനയും അറിയാത്തൊരു കാലഘട്ടം. ചെറിയ ചെറിയ സ്കൂളുകൾ, ലോവർ പ്രൈമറി സ്കൂളുകൾ തുടങ്ങി. ആഹാരമില്ലായിരുന്നു, ഇവിടെ ആഹാരം അവർ കൊണ്ടുവന്നു. അനേകരങ്ങനെ രക്ഷിക്കപ്പെട്ടു. നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ വീണ്ടും രക്ഷിച്ചത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. ക്രൂശിൽ കർത്താവ് മരിക്കുന്നത് സൽപ്രവൃത്തി ശുഷ്കാന്തിയുള്ള ഒരു ജനത്തെ സമ്പാദിച്ചെടുക്കാനാണ്. ഞാനൊരു അടുത്ത ഭാഗം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുവല്ലേ, എന്നാലും ഒന്ന് പറയാൻ പോവാം. കത്തോലിക്ക സഭയെ കർത്താവ് അഭിനന്ദിക്കുന്നു. കത്തോലിക്ക സഭയെ കുറിച്ച് ബൈബിളിലുണ്ടോ? കത്തോലിക്ക സഭയെ അഭിനന്ദിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം. എന്നാൽ അല്പം വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം. വെളിപാട് ദിവസം 2-3 അധ്യായം എടുത്തേ. വെളിപാട് ദിവസം 2-3 അധ്യായം. ഈ 2-3 അധ്യായം 7 സഭകളുടെ ദൂത്, സഭാ ചരിത്രമാണ്. സഭയുടെ ആരംഭം തൊട്ട് ഉൽപ്രാവണം വരെയുള്ള ചരിത്രമാണ് ഈ 7 സഭകളുടെ ദൂതിലൂടെ പറയുന്നത്. അതിൽ ത്വൈതന സഭയ്ക്ക് കൊടുക്കുന്ന ദൂത് 2-ാം അധ്യായത്തിന്റെ 18 തൊട്ടുള്ള വാക്യമാണ്. ഈ ത്വൈതന കാനഡമെന്ന് പറഞ്ഞാൽ കുസ്തനിനോസ് ചക്രവർത്തി AD 312 ക്രിസ്ത്യാനിയായി. റോമൻ സാമ്രാജ്യം 200 വർഷം സഭയെ കൊന്നൊടുക്കി. ആ ചരിത്രമാണ് 2-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യം. സ്മുർന സഭയുടെ ദൂത്, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, സ്മുർന സഭയോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പെർഗമോസ് 12-ാം അധ്യായം. ഈ പെർഗമോസ് കാനഡ AD 312 തൊട്ടാണ്. അവരോട് പറയുന്നുണ്ട്, നീ എവിടെ പാർക്കുന്നെന്ന് എനിക്കറിയാം. റോമൻ സാമ്രാജ്യം കൊന്നൊടുക്കി ക്രിസ്ത്യ സഭയെ. എന്നാൽ കുസ്തന്തിനോസ് ചക്രവർത്തി, കിങ് കോൺസ്റ്റന്റൈൻ,
ക്രിസ്ത്യാനിയായി, റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി, അവർക്ക് സ്വത്തുക്കളും സമ്പത്തും ഒക്കെ തിരിച്ചു കിട്ടി. അവര് ലോകത്തിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. അവര് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, അവരുടെ ക്യാരക്ടർ മാറി. അവര് അന്യരും പരദേശികളുമായിരുന്നു അതുവരെ. അതൊക്കെ മാറി ലോകത്തിൽ അവര് സ്ഥാനങ്ങളും മാനങ്ങളും സ്വത്തുക്കളും സമ്പത്തും ഒക്കെ കിട്ടി തുടങ്ങിയപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നീ എവിടെ പാർക്കുന്നെന്ന് എനിക്ക് ഐ നോ വെർ യു ഡ്വെൽ. അവരുടെ പിൽഗ്രിം ക്യാരക്ടർ, മോക്ഷയാത്രയുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ട് 1000 വർഷത്തിന്റെ ചരിത്രമാണ് ദ്വൈതര കാരണം. അതായത് 18 തൊട്ടുള്ള വാക്യം. ഏതാണ്ട് AD 590 തൊട്ട് റിഫർമേഷൻ ഉണ്ടാകുന്നത് 1517. അന്ന് വരെയുള്ള കാലയളവാണ് ഈ ദ്വൈതര കാലയളവ്. അന്ന് ലോകത്തിൽ ഒരു സഭയേ ഉള്ളൂ. ഏതാ സഭ? കത്തോലിക്ക. പ്രോട്ടസ്റ്റന്റ്സ് ഉണ്ടായിട്ടില്ല. പ്രോട്ടസ്റ്റന്റ്സ് ഉണ്ടായിട്ട് 500 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1517 പ്രോട്ടസ്റ്റന്റ്സ് ഉണ്ടായത്. അതായത് മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ വിശ്വാസത്താൽ നീതീകരണം എന്ന് പഠിപ്പിക്കുന്നത് 1517. അതുവരെ ലോകത്തിൽ ഒരു സഭയുള്ളൂ. ആ സഭ കത്തോലിക്ക സഭയാണ്. റോമൻ കാത്തലിക് ചർച്ച്, റോമൻ സാമ്രാജ്യത്തിന്റെ മതമായി തീർന്നു ക്രിസ്ത്യാനിറ്റി. അവരോട് കർത്താവ് പറയുന്ന വാക്കെന്താണെന്നറിയുന്നു? അവരോട് കർത്താവ് പറയുന്ന വാക്കാണ് എനിക്കെടുക്കാൻ ആഗ്രഹം. നോക്കിക്കോട്ടെ, അതിന്റെ 19-ാം വാക്യം നോക്കി. 19-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസ, ശുശ്രൂഷ, സഹനം എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയതെന്ന് ഞാൻ അറിയും. അവരുടെ പ്രവൃത്തി കൂടുകയായിരുന്നു, കുറയുകയായിരുന്നു? ആ വാക്ക് കണ്ടോ? നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ലോകത്തിൽ ആതുര ശുശ്രൂഷയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കാലയളവിൽ യൂറോപ്പിലുള്ള മിക്ക അനാഥാലയങ്ങളും ആശുപത്രികളും സ്കൂളുകളും നടത്തിയിരുന്നത് ഒരു കാത്തലിക് കോൺവെന്റ് അല്ലെങ്കിൽ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. മദർ തെരേസ ഇവിടെ ചെയ്ത ശുശ്രൂഷ നോക്കി. കത്തോലിക്കർ ലോകത്തിൽ ചെയ്യുന്ന ആതുര ശുശ്രൂഷ നോക്കിയേ. കർത്താവ് അത് കാണുന്നുണ്ട്. എന്നാൽ ഇവര് രക്ഷിക്കപ്പെട്ടവരല്ല. കർത്താവ് അവരോട് പറയുന്നുണ്ട്. 22-ാം വാക്യം നോക്കി, ഞാൻ നിന്നെ വലിയ കഷ്ടതയിലാക്കും. പീഡന കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ സഭ ഉൽപ്രാവണത്താൽ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ സഭ ഇവിടെ ഉണ്ടായിരിക്കും. ഇവരാണ് വെളിപാട് ദിവസം 17-ാം അധ്യായത്തിൽ കാണുന്ന മർമ്മം മഹത്തിയ ബാബിലോൺ. ഞാനൊരു ബുക്ക്ലെറ്റെങ്കിലും ഇതുള്ള ബന്ധത്തിൽ എഴുതണം. ഈ കത്തോലിക്ക സഭ പീഡന കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളത് ഇവിടെ പറയും. ഞാനിത് വായിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ കത്തോലിക്കരുടെ ബൈബിൾ, POC ബൈബിൾ, നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. 17-ാം അധ്യായം എടുത്ത് നോക്കണം. അതിന്റെ അടിയിൽ അവർ ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. റോമാണ് ഈ ബൈബിൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കത്തോലിക്കർ വായിക്കുന്ന ഈ POC ബൈബിളിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മർമ്മം മഹതിയ ബാബിലോൺ എന്ന് പറയുന്ന റോമൻ സഭയാണെന്ന് എഴുതി. ഞാനിത് കണ്ടിട്ട് കത്തോലിക്കർ എഴുതിയ ഒരു കമന്ററി ഉണ്ട്, ഡെസ്റ്റിനി എന്ന് പറഞ്ഞു, വെളിപാട് പുസ്തകത്തിന്റെ കമന്ററി. നല്ല വില കൊടുത്തെയാണ് അത് വരുത്തിച്ചു. ഞാൻ വരുത്തിച്ചിട്ട് ഈ 17-ാം അധ്യായം നോക്കിയപ്പോൾ കത്തോലിക്കർ എഴുതി വെച്ചിരിക്കുകയാണ്, റോമാണ് ബാബിലോൺ. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു 22-ാം വാക്യം, ഞാൻ നിന്നെ വലിയ കഷ്ടതയിലാണ്. മഹോപദ്രവ കാലഘട്ടത്തിൽ അവരെ കൈവിട്ടു. അവര് വെളിപാട് 17-ൽ നമ്മൾ കാണുന്ന മർമ്മം മഹത്തിയായി. ഞാൻ ആ വിഷയം വിടട്ടെ. പക്ഷെ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയല്ല. സോന്മാരെ, ഈ ഒരു വെല്ലുവിളി. നമ്മളെ രക്ഷിച്ചത് സൽപ്രവൃത്തിക്ക് വേണ്ടി. ക്രൂശിൽ കർത്താവ് മരിച്ചത് സൽപ്രവൃത്തി ശുഷ്കാന്തിയുള്ളൊരു ജനമായി തീരാനാ. നമ്മുടെ പ്രവൃത്തി എങ്ങനെയുണ്ട്? നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ നാട്ടുകാരും കർത്താവിലേക്ക് വരാത്തതിന്റെ കാരണം എന്നാ? പല സ്ഥലത്തും സഭകളാണ് തടസ്സം കർത്താവിന്റെ വേലയ്ക്ക്. അവർ പ്രകാശമായിരിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. പാവപ്പെട്ടവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ആവശ്യങ്ങളിരിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്.
കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ കൈകളൊക്കെ ഒന്ന് അയക്കണം, അല്പമൊക്കെ അയച്ചു കൊടുക്കണം. ഈ പണമൊന്നും നമുക്ക് കൊണ്ടാനൊക്കത്തില്ല. നമ്മളെക്കുറിച്ച് കർത്താവ് ചിന്തിക്കുന്നു, ഇവർ നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണ്. ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു, തുടർന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി. ആ വെളിച്ചം എന്ന് പറയുന്നത് എന്റെ നല്ല പ്രവൃത്തിയാണ്. ആ നല്ല പ്രവൃത്തി ഞാൻ തിന്നാലും കുടിച്ചാലും വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും അവന്റെ മഹത്വത്തിന് വേണ്ടി അയക്കും. ഞാൻ പ്രകാശം പരത്തുന്നവനായിത്തീർന്നു. ഈ ജീവിതം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കർത്താവിന്റെ ഈ ആഗ്രഹത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും എങ്ങനെ ചെലവഴിച്ചെന്നുള്ളത് കർത്താവ് പരിശോധിക്കും. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പുറകെ വൈകിട്ട് ചിന്തിക്കാം. വളരെ കരുതി ജീവിക്കാം. ശിക്ഷിക്കുന്ന ശിക്ഷയിലുമില്ല. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യണമെങ്കിൽ ബാലശിക്ഷയിലൂടെ ഒരു പിതാവ് നടത്തുന്ന പോലെ നമ്മളെ നടത്തും. എന്നാൽ നമ്മളെ രക്ഷിച്ചതിൻ്റെ ഉദ്ദേശം നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കും. ആ വെളിച്ചം നല്ല പ്രവൃത്തിയാണ്. ആ നല്ല പ്രവൃത്തി ശരീരം കൊണ്ട് ചെയ്യുന്നതൊക്കെ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അവന്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടും.